ഹായ് ഓൾ, നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്നതിൻ്റെ അടുത്ത 5 ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണ്. അപ്പോൾ ആ 5 ക്വസ്റ്റ്യനും കൂടെ ആകുമ്പോൾ നമ്മുടെ ചാപ്റ്ററിലെ ന്യൂമറിക്കൽസ് കഴിയുകയാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നിങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കും, ഹാപ്പി ആയിട്ട് വായിക്കുക കേട്ടോ. അപ്പോൾ എന്താണ് ആൻസർ ദ ഫോളോയിങ് ബേസ്ഡ് ഓൺ PT ഫേസ് ഡയഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രഷർ ടെമ്പറേച്ചർ ഫേസ് ഡയഗ്രാം ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് ഈ താഴെ പറയുന്ന ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസർ ചാടപട പറയണം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദ സോളിഡ് ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് ഫേസസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കോ എക്സിസ്റ്റ്. അതായത് ട്രിപ്പിൾ പോയിൻ്റ് വാല്യൂ എത്രയെന്നാണ് ചോദ്യം. അത് എല്ലാവർക്കും അറിയാമെന്നുള്ള സാധനമല്ലേ. ട്രിപ്പിൾ പോയിൻ്റ് വാല്യൂ ഇതാ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാ വാല്യൂ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. ഇതാണല്ലോ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതിൽ ഇവിടെ നേരെ നോക്കിയാൽ അവിടെ എന്ത് കിട്ടും? പ്രഷർ കിട്ടും, ടെമ്പറേച്ചർ കിട്ടും. ആ ടെമ്പറേച്ചർ വാല്യൂ എത്രയാണ്? ഇപ്പോൾ ടെമ്പറേച്ചർ വാല്യൂ എത്രയാണ്? -56.6 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ പ്രഷർ വാല്യൂ എത്രയെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. നേരെ ഇങ്ങോട്ട് നോക്കിയാൽ മതി, 5.11 അറ്റ്മോസ്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാ സിമ്പിളായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് പ്രഷർ what is the effect of decrease of pressure on fusion and boiling point of carbon dioxide? സൂക്ഷിക്കണം, ഫ്യൂഷൻ പോയിൻറ്റിന് എന്ത് സംഭവിക്കും? ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ മെൽറ്റിംഗ് ആണ്, സോളിഡ് ലിക്വിഡ് ആവുന്ന പരിപാടി. ഓക്കെ, അപ്പോൾ സോളിഡിനും ലിക്വിഡിനും ഇടയ്ക്കുള്ള കർവ്, അതായത് നമ്മുടെ എന്ത് കർവ് നോക്കണം? ഈ ഫ്യൂഷൻ കർവിനെ നോക്കണം. ഞാൻ ഇപ്പം മാർക്ക് ചെയ്യുന്നത് ഫ്യൂഷൻ കർവാണ്. നിങ്ങൾ കണ്ടല്ലോ, ഫ്യൂഷൻ കർവ് നമ്മൾ നോക്കി. അവിടെ എന്ത് കുറച്ച് നോക്കണം? ഡിക്രീസ് ഓഫ് പ്രഷർ കുറച്ച് നോക്കണം. നമുക്ക് നോക്കാം. ദാ നേരെ നോക്കിയ കാര്യം പിടികിട്ടും. ദാ ഇവിടെ ആദ്യം ഒരു പ്രഷർ ഇവിടെ ഉണ്ട്, കണ്ടോ? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ദാ ഇവിടെ ഒരു ടെമ്പറേച്ചർ ഉണ്ട്. ഓക്കെ, ഇനി പ്രഷർ കുറച്ചുകൂടെ കുറഞ്ഞൊരു വാല്യൂ കണ്ടോ? ആ സമയത്ത് ടെമ്പറേച്ചർ നോക്കി ഇത്തിരി കൂടെ കുറഞ്ഞൊരു വാല്യൂയിലേ കിട്ടൂ. അപ്പോൾ പ്രഷർ കുറഞ്ഞപ്പോൾ ടെമ്പറേച്ചർ കുറയുന്നതായിട്ട് നിങ്ങൾ കണ്ടു. ഏത് കർവിൽ? ഫ്യൂഷൻ കർവിൽ. അപ്പോൾ നമ്മുടെ ആൻസർ ഇതാ എഴുതാൻ പോവാണ്. ഫ്യൂഷൻ എന്ത് സംഭവിക്കുന്നു? പ്രഷർ കുറച്ചാൽ ഫ്യൂഷൻ പോയിൻറ്റും കുറയും. അപ്പോൾ എന്താണ്? ആസ് പറയൂ, പ്രഷർ ഈസ് ഡിക്രീസ്ഡ്, ഫ്യൂഷൻ പോയിൻ്റ് ആൾസോ ഡിക്രീസസ്. നമ്മൾ കണ്ട കാര്യം എന്താണ്? പ്രഷർ കുറച്ചപ്പോൾ ടെമ്പറേച്ചറും കുറയുന്നു. അപ്പോൾ പ്രഷർ കുറയ്ക്കുമ്പോൾ ഫ്യൂഷൻ പോയിൻ്റ് കുറയുന്നു. ഇനി ഒരു കാര്യം കൂടെ അവിടെ കണ്ടുപിടിക്കാനുണ്ട്. എന്താണ്? ഇത് ബോയിലിംഗ് പോയിൻറ്റിൻ്റെ കേസിലും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ബോയിലിംഗ് പോയിൻറ്റ് എവിടെയാണ് സംഭവിക്കുക? ലിക്വിഡ് ഗ്യാസ് ആവുന്ന പരിപാടിയാണ്. അപ്പോൾ ലിക്വിഡിനും വേപ്പറിനും ഇടയ്ക്കുള്ള കർവ് നോക്കണം. അതാണ്ട് ഇതാണ് കർവ്, ഇതാണ് നിങ്ങളുടെ കർവ്. ഓക്കെ, ഈ കർവിൽ നമ്മൾ പ്രഷർ കുറച്ച് നോക്കുക. അപ്പോൾ നമ്മൾ നോക്കി, ആദ്യത്തെ പ്രഷർ കൊടുത്തു 73 ആണ്. ആ സമയത്തുള്ള ടെമ്പറേച്ചർ ഇതാണ്. ഇനി അടുത്ത് പ്രഷർ കുറച്ച് അതിനേക്കാളും താഴെ ഒരു വാല്യൂ ആക്കി. അപ്പോൾ ടെമ്പറേച്ചർ 20 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ പ്രഷർ കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ടെമ്പറേച്ചർ കുറയുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ ആൻസർ എഴുതി, ആസ് പ്രഷർ ഡിക്രീസസ് എന്താണ്? ബോയിലിംഗ് പോയിൻ്റ് ആൾസോ ഡിക്രീസസ്. വല്ല പ്രയാസമുണ്ടോ? അപ്പോൾ അവിടെ നിങ്ങൾ ആ ഇതിനകത്ത് തന്നെ ഡോട്ടഡ് ലൈൻ കൊടുത്തിട്ടുള്ളതുകൊണ്ട് സിമ്പിളാണ്, നിങ്ങൾക്ക് നോക്കി പറയാം. പ്രഷർ കുറയുമ്പോൾ എന്ത് കുറയുന്നുണ്ട്? ടെമ്പറേച്ചറും കുറയുന്നുണ്ട്. അപ്പോൾ ആ ഫ്യൂഷൻ പോയിൻറ്റും കുറയുന്നുണ്ട്, പിന്നെ ബോയിലിംഗ് പോയിൻറ്റും കുറയുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഇനി വാട്ട് ആർ ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, വാട്ട് ഈസ് എ സിഗ്നിഫിക്കൻസ് എന്നാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടിയ വാല്യൂ ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഗ്രാഫിൽ എത്രയെന്ന് നോക്കിയാൽ മതി. 73 അറ്റ്മോസ് ആൻഡ് 31.1 ഡിഗ്രി. ഇതാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വാല്യൂസ്. ഓക്കെ, നമ്മൾ ട്രിപ്പിൾ പോയിൻ്റ് വാല്യൂ അല്ല, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വാല്യൂസ് ആണ്. ഇനി അതിനകത്ത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഈസ് എ സിഗ്നിഫിക്കൻസ് എന്നാണ്. അപ്പോൾ ഇതിൽ ഈ ടെമ്പറേച്ചറിനേക്കാളും കൂടുതലാണെങ്കിൽ ഗ്യാസ് കനോട്ട് ബി ലിക്വിഫൈഡ്. ഓർത്ത് വെച്ചിരിക്കേണ്ട പോയിൻ്റാണ്. എബവ് ദിസ് ടെമ്പറേച്ചർ ഗ്യാസ് കനോട്ട് ബി ലിക്വിഫൈഡ്. ഇത് നമ്മൾ ഓർത്തേ പറ്റൂ. ഓക്കെ, അപ്പോൾ ഈ എബവ് ദിസ് ടെമ്പറേച്ചർ ഗ്യാസ് കനോട്ട് ബി ലിക്വിഫൈഡ് എന്നാണ്. ആ ടെമ്പറേച്ചറിൻ്റെ പേരാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുമല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് കാർബൺ ഡൈ ഓക്സൈഡ് സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ്? ഏതാണെന്ന് കണ്ടുപിടിക്കണം. ആദ്യത്തെ കേസ് എ പാർട്ടിൽ
-70 1 അറ്റ്മോസ്. അപ്പം -70 ഡിഗ്രിയും 1 അറ്റ്മോസും മീറ്റ് ചെയ്യുന്ന സ്ഥലം ലൊക്കേറ്റ് ചെയ്യുക. ഏത് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ -70 ഞാൻ ലൊക്കേറ്റ് ചെയ്യാൻ പോകണം. -70 ഇതാ ഇവിടെ എവിടെ വരും. ഓക്കെ, -70 ഇവിടെ വരും. ഞാനത് കാണിക്കാം. -70 ഇതാ ഇവിടെ എവിടെ വരും. ഓക്കെ, ഇനി അടുത്തെന്താണ്? -70 വന്നു. ഇനി 1 അറ്റ്മോസ് ഇവിടെയാണ്. അപ്പോൾ -70യും 1 അറ്റ്മോസും കൂടെ മീറ്റ് ചെയ്യുന്ന സ്ഥലം എവിടെ? അപ്പോൾ അതാ ഇവിടെ അപ്പോൾ ഇവിടെ വരും. ഓക്കെ, രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന സ്ഥലം ഏകദേശം ഇവിടെ വരും. ഏത് സ്റ്റേറ്റാണ്? വേപ്പർ സ്റ്റേറ്റാണ്. അപ്പോൾ ആൻസർ എന്താണ്? വേപ്പർ സ്റ്റേറ്റ് എന്നാണ്. അപ്പോൾ ഇതിനകത്ത് ടെൻഷൻ പിടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വാല്യൂസ് -70 1 കൂടെ മീറ്റ് ചെയ്യുന്ന സ്ഥലം വരച്ചു നോക്കുക. അതെവിടെ വരുന്നു? അത് ഇപ്പോൾ വേപ്പർ സ്റ്റേറ്റിലാണ്. അപ്പോൾ ആൻസർ ഞാൻ എഴുതാം. അത് ഏത് സ്റ്റേറ്റാണ്? വേപ്പർ സ്റ്റേറ്റ്. അപ്പോൾ വേപ്പർ സ്റ്റേറ്റ്. ഓക്കെ, ഇനി ബി പാർട്ടിൻ്റെ ആൻസർ. ഇതേ ക്വസ്റ്റനാണ്. നിങ്ങളുടെ ടപ്പ് ഒന്ന് ആൻസർ പറയാം. -60 ഡിഗ്രി 10 അറ്റ്മോസ്. അപ്പം -60യും 10 അറ്റ്മോസും കൂടെ ചേരുന്ന പോയിന്റ് -10 നമുക്ക് ലൊക്കേറ്റ് ചെയ്യണം. -10 എവിടെ വരും? ഇവിടെ എവിടെയെങ്കിലും വരും. ഓക്കെ, അപ്പം -10 ഇവിടെ വരും. അടുത്ത എത്ര? -10 അല്ലല്ലോ, -10 അറ്റ്മോസ് ആണ്. അപ്പം -10 അറ്റ്മോസ് ഇവിടെ എവിടെ വരും? അപ്പം -10. പിന്നെ അടുത്തെന്താണ്? -60 -60 ഇവിടെ വരും. ഓക്കെ, അപ്പം -60 -10 വരുന്നത് ഇവിടെ വരില്ലേ ഈ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഏത് സ്റ്റേറ്റാണ്? സോളിഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ സോളിഡ് സ്റ്റേറ്റ് ആണ്. ഞാൻ ആൻസർ എഴുതാം. ഓക്കെ, അപ്പോൾ സോളിഡ് എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിൻ്റെ സി പാർട്ട് കൂടെ നിങ്ങൾ തന്നെ പറയണം. രണ്ടെണ്ണം ഞാൻ പറഞ്ഞു. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നുമില്ല മക്കളെ. എന്താണ്? ആ രണ്ട് വാല്യൂസ് തമ്മിൽ കണക്ട് ചെയ്ത് വരച്ച് നോക്കുക. എവിടെ മീറ്റ് ചെയ്യുന്നു? അത് ഏത് സ്റ്റേറ്റ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ ആൻസർ. ഇനി മൂന്നാമത്തത് 15 ഡിഗ്രിയും 56 അറ്റ്മോസ്ഫിയറും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് നിങ്ങളങ്ങ് ജോയിൻ ചെയ്യുക. ഞാൻ ഏതൊക്കെയാണ്? 56 അറ്റ്മോസ് ആണ്. 56 അറ്റ്മോസ് ഇതാ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വരും. ഓക്കെ, പിന്നെ അടുത്ത ഏതാ വേണ്ടത്? 15 ഡിഗ്രിയാണ്. 15 ഡിഗ്രിയാണ്. 15 ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ എവിടെയെങ്കിലും വരും. ഓക്കെ, ഇത് ഇവിടെ എവിടെയെങ്കിലും വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന സ്ഥലം നോക്കിയാൽ പിടികിട്ടും. അതായത് ഏത് സ്റ്റേറ്റാണ്? ലിക്വിഡ് സ്റ്റേറ്റാണ്. രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന സ്ഥലം വരച്ച് നോക്കാൻ പറ്റൂലേ? അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റാണ്. ഇത് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റനാണ് കേട്ടോ. ഇതിനകത്ത് എന്ത് ടെൻഷനാണ് ഇരിക്കുന്നത്? അപ്പോൾ നമ്മൾ ആ പ്രഷർ കുറച്ച് നോക്കുമ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കണം. ഇനി ഏത് കർവിലാണ് നോക്കേണ്ടതെന്നുള്ളത് ബോധത്തോടെ നോക്കണമെന്നേ. ഇനി ഇതിനകത്ത് ആ രണ്ട് വാല്യൂസ് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എവിടെ ഇരിക്കുന്നു എന്ന് ലൊക്കേറ്റ് ചെയ്യുക. അതാണ് അടുത്തത്. സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? എ ചൈൽഡ് ഹാവിങ് ടെമ്പറേച്ചർ 101 ഡിഗ്രി ഫാരൻഹീറ്റ്. കുട്ടിയുടെ ടെമ്പറേച്ചറാണ്. ഇറ്റ് ഈസ് ഗിവൺ ആൻറ്റിപയറിൻ. എന്താണ്? മെഡിസിൻ ദാറ്റ് ലോവേഴ്സ് ഫീവർ. പനി കുറയാനുള്ള മരുന്ന് കൊടുത്തു കുട്ടിക്ക്. വിച്ച് കോസസ് ആൻ ഇൻക്രീസ് ഇൻ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ ഓഫ് സ്വെറ്റ് ഫ്രം ദ ബോഡി. അത് കൊടുത്തപ്പോൾ നന്നായിട്ട് തണുത്തു. എങ്ങനെയാണ്? വിയർത്തിട്ട് ബോഡി തണുത്തിട്ട് എത്രയായി? ബോഡി ടെമ്പറേച്ചർ 98 ആയി. എത്ര സമയം കൊണ്ട്? 20 മിനിറ്റ്. അപ്പോൾ 20 മിനിറ്റ് കൊണ്ട് കുട്ടിയുടെ പനി പോയി. വാട്ട് ഈസ് ആവറേജ് റേറ്റ് ഓഫ് എക്സ്ട്രാ ഇവാപ്പറേഷൻ? എത്ര എന്താണ് സ്വെറ്റ് ഇവാപ്പറേറ്റ് ചെയ്ത് പോയി എന്നാണ്. റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ ഓഫ് സ്വെറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി എന്താണ്? മാസ് ഓഫ് ചൈൽഡ് 30 കിലോഗ്രാമാണ്. ഇനി ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഹ്യൂമൻ ബോഡി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്താണ്? ദാറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നുണ്ട്. ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ എത്രയെന്ന് പറയുന്നുണ്ട്? 580 കലോറി പെർ ഗ്രാം എന്ന്. അപ്പോൾ എല്ലാം CGSലോട്ട് മാറ്റിയിട്ട് വേണം ചെയ്യാൻ. അപ്പം നമുക്ക് ചെയ്തു തുടങ്ങിക്കൂടെ? എങ്ങനെയാണ്? നമ്മുടെ ആലോചിച്ചാൽ മതി. സ്വെറ്റ് ഇവാപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സ്വെറ്റ് ഇവാപ്പറേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഹീറ്റ് എവിടെ നിന്ന് പിടിക്കും? ബോഡിയിൽ നിന്ന് പിടിക്കും. അപ്പോൾ ഹീറ്റ് ലോസ്റ്റ് ബൈ ബോഡി ഈക്വൽ ടു ഹീറ്റ് ഗെയിൻഡ് ബൈ സ്വെറ്റ് എന്നാണ്. അപ്പോൾ ഞാൻ എഴുതാം ഹീറ്റ് ലോസ്റ്റ് ബൈ ബോഡി ഈക്വൽ ടു ഹീറ്റ് ഗെയിൻഡ് ബൈ സ്വെറ്റ്. ഗെയിൻഡ് ബൈ സ്വെറ്റ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇനി ഇതിൽ വാല്യൂ ഇടുക. ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? MC ഡെൽറ്റ ടി ആണ്. അപ്പോൾ ഇവിടെ MC ഡെൽറ്റ ടി. ഓക്കെ, ഇനി ഇവിടെ ഹീറ്റ് ഗെയിൻഡ് ബൈ സ്വെറ്റ്. അപ്പോൾ സ്വെറ്റിൻ്റെ മാസ് M ആണെന്നിരിക്കട്ടെ. ഇനി സ്വെറ്റ് എന്ത് ചെയ്തു? ഇവാപ്പറേറ്റ് ചെയ്ത് പോയില്ലേ?
അപ്പോൾ ml എന്നാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പ്രയാസപ്പെടാനൊന്നും തന്നെ ഇല്ല. ഇതാ ഇനി നമുക്കിവിടെ വാല്യൂസ് ഇടാം. മാസ് ഓഫ് ചൈൽഡ് എത്രയാണ്? 30. അപ്പോൾ 30 × 10⁻³ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണം. കാരണം ഡീറ്റെയിൽസ് വായിച്ചപ്പോഴാണ് നമുക്ക് ഗ്രാമിൽ കൺവേർട്ട് ചെയ്യണമെന്ന് പറയും. സിയുടെ വാല്യൂ, ബോഡിയുടെ സി വാല്യൂ വാട്ടറിൻ്റെത് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് 1 ഇൻറ്റു ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. എത്രയിൽ നിന്ന് എത്രയായി? 101 നിന്ന് 98 ആയി. ഈക്വൽ ടു എം ഇൻറ്റു എല്ലിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇതാ എത്രയാണ്? ഹീറ്റ് ഓഫ് ഇവാപ്പറേഷൻ ഓഫ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഇവാപ്പറേഷൻ ഓഫ് ഇത് തന്നിട്ടുണ്ട് 580. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എം കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ വലുതാണ്, പക്ഷേ ആൻസർ ചെറുതാണ്. അപ്പം മാസ് കിട്ടി. ഓക്കെ, അപ്പോൾ എം എന്ന് പറയുന്നത് 86.2 ഗ്രാമാണ്. ഇത്രയും ഗ്രാം വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോയി. ഓക്കെ, ഇതിന് എത്ര സമയമെടുത്തു? 20 മിനിറ്റ്. അപ്പോൾ 86.2 ഗ്രാം സ്വെറ്റ് ഇവാപ്പറേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി 20 മിനിറ്റ് എടുത്തെങ്കിൽ വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ? റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? പറഞ്ഞു. എത്ര മാസ് ഇൻ എത്ര ടൈം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 86.2 ഗ്രാം ഡിവൈഡഡ് ബൈ ആ ടൈം എത്ര? 20 മിനിറ്റ് എന്നാണ്. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ 4.31 എന്ന് വരും. അത്രയും ഗ്രാം പെർ മിനിറ്റ്. ഒരു പ്രയാസമുള്ള ക്വസ്റ്റൻ അല്ല, ഇത് നല്ല എളുപ്പമുള്ള ക്വസ്റ്റനാണ്. എന്താണ് സംഗതി? ഹീറ്റ് ലോസ്റ്റ് ബൈ ആ കുട്ടിയുടെ ബോഡി ഈക്വൽ ടു ഹീറ്റ് ഗെയിൻഡ് ബൈ സ്വെറ്റ്. അത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഹീറ്റ് എങ്ങനെ കാണും? ഹീറ്റ് ലോസ്റ്റ് ബൈ കുട്ടി എങ്ങനെ കണ്ടുപിടിക്കും? mc∆T. ഇനി ഹീറ്റ് ഗെയിൻഡ് ബൈ സ്വെറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? സ്വെറ്റ് ഇവാപ്പറേറ്റ് ചെയ്ത് പോയി, അപ്പോൾ 100-ലായി എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് 100-ലായി എന്ന് നമുക്ക് അങ്ങനെ വിചാരിക്കേണ്ട, ഇവാപ്പറേറ്റ് ചെയ്ത് പോയല്ലോ. അപ്പോൾ ml ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ml. ഓക്കെ, അപ്പോൾ ഹീറ്റ് ഗെയിൻഡ് ഈക്വൽ ടു ഹീറ്റ് ലോസ്റ്റ്. ഓക്കെ, ഇനി നമ്മളിതിനകത്ത് എമ്മിൻ്റെ കുട്ടിയുടെ മാസ് അറിയാം, കുട്ടിയുടെ സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറയുന്നത് വാട്ടറിൻ്റെ തന്നെ, കുട്ടിയുടെ ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അറിയാം. ഇനി സ്വെറ്റിൻ്റെ മാസാണ് കണ്ടുപിടിക്കേണ്ടത്. സ്വെറ്റിൻ്റെ എൽ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എം കണ്ടുപിടിച്ചു. ഇനി ഇത് ഇവാപ്പറേറ്റ് ചെയ്യാൻ എത്ര സമയം എടുത്തു? 20 മിനിറ്റ്. അപ്പോൾ വാട്ട് ഈസ് റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ? എത്ര മാസ് ഇൻ എത്ര ടൈം പോയി? അപ്പോൾ മാസ് ബൈ ടൈം കണ്ടുപിടിക്കുക. നല്ല എളുപ്പമല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ തെർമോകോൾ ക്യൂബിക്കൽ ഐസ് ബോക്സ് ഓഫ് സൈഡ് 30 സെൻറ്റിമീറ്റർ. ഒരു ഐസ് ബോക്സ് ഉണ്ട്, അതിൻ്റെ സൈഡ് 30 സെൻറ്റിമീറ്റർ ആണ്, അതിൻ്റെ തിക്നെസ് 5 സെൻറ്റിമീറ്റർ ആണ്. ഇനി 4 കിലോ ഐസ് പുട്ട് ഇൻ ദ ബോക്സ്. എസ്റ്റിമേറ്റ് ദ എമൗണ്ട് ഓഫ് ഐസ് റിമൈനിങ് ആഫ്റ്റർ 6 hours. 4 കിലലോ ഐസ് അതിനകത്ത് കൊണ്ട് ഇട്ടു. ഇനി 6 hour കഴിയുമ്പോൾ എത്ര ഐസ് അതിനകത്ത് റിമൈൻ ചെയ്യും? ഇനി ഔട്ട്സൈഡ് ടെമ്പറേച്ചർ 45 ഡിഗ്രി ആണ്. ഇനി ഇൻസൈഡ് ടെമ്പറേച്ചർ എത്ര? 0 ഡിഗ്രി. ഇനി തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് തെർമോകോൾ തന്നിട്ടുണ്ട്. ഇനി ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് വാട്ടർ, ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനാണ് തന്നിരിക്കുന്നത്. ഇത്രയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാം? നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മൾ പ്രയോഗിക്കാൻ പോകുന്നു. എല്ലാം നിങ്ങൾ പറയുക. റേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റിനൊരു ലോ ഓർമ്മയുണ്ടോ? റേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് Q/T ഈസ് ഈക്വൽ ടു K, ഓർമ്മയുണ്ടോ? A T1 - T2 ബൈ ഡിസ്റ്റൻസ്. പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ? പഠിച്ചല്ലേ? റേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആൻഡ് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്. അവിടെ ഉപയോഗിക്കുന്ന കോൺസ്റ്റൻ്റെ പേരാണ് കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. പഠിച്ചതല്ലേ? അപ്പം മറന്നിരിക്കുകയല്ലേ? അപ്പം പെട്ടെന്ന് ഓർത്തോ. ഇനി നമുക്കിതിനകത്ത് നമുക്ക് Q കണ്ടുപിടിക്കാം. Q എങ്ങനെ കണ്ടുപിടിക്കും? Q ഈസ് ഈക്വൽ ടു KA T1 - T2 ബൈ എക്സ് ഇൻറ്റു ടി എന്നെഴുതും. ഇതിലെല്ലാം ഉണ്ടോ എന്ന് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. ഇതിനകത്ത് K ഉണ്ട്. Kയുടെ വാല്യൂ എത്രയെന്ന് നോക്കിയേ. അതാ K എന്ന് പറയുന്നത് 0.01 ആണ്. ഓക്കെ, 0.01 ജൂൾ പെർ സെക്കൻഡ് മീറ്റർ പെർ മീറ്റർ ഒക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും നമ്മൾ എഴുതി. Kയുടെ വാല്യൂ അറിയാം. എയുടെ വാല്യൂ വേണം. എ എന്ന് പറഞ്ഞാൽ ക്യൂബിക്കൽ ബോക്സ് അല്ലേ? അപ്പോൾ ക്യൂബിക്കൽ ഐസ് ബോക്സ്. അപ്പോൾ അതിന് എത്ര ഫേസ് ഉണ്ട്? 6 ഫേസ്. 6 ഫേസിൻ്റെ ഏരിയ എങ്ങനെ കാണും? 6A². അപ്പോൾ 6 ഇൻറ്റു സൈഡ് സ്ക്വയർ. ഒരു ഫേസിൻ്റെത് സൈഡ് സ്ക്വയർ. അപ്പോൾ 6ൻ്റെത് 6 ഇൻറ്റു സൈഡ് സ്ക്വയർ. അപ്പോൾ 6 ഇൻറ്റു സൈഡ് എത്രയെന്ന് പറയുന്നുണ്ട്? എത്രയാണ്? 30 സെൻറ്റിമീറ്റർ. അപ്പോൾ 30 ഇൻറ്റു 10⁻⁻². ഓക്കെ, അതിൻ്റെ സ്ക്വയർ.
അപ്പോൾ AIയും ആയി. ഇനി എന്താ വേണ്ടത്? T1 അതിൻ്റെ ടെമ്പറേച്ചേഴ്സ് നിങ്ങൾ തന്നെ പറയുക എത്രയാണ്? ടെമ്പറേച്ചർ എത്രയാ? ഒരു ടെമ്പറേച്ചർ T1ഉം അടുത്ത ടെമ്പറേച്ചർ T2 ആണ്. എത്രയാണ്? T1 മൈനസ് T2. വെളിയിലെ ടെമ്പറേച്ചർ 45, അകത്തുള്ള ടെമ്പറേച്ചർ 0. ഓക്കെ, ഇത്രയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 ടെമ്പറേച്ചർ വാല്യൂസും എഴുതി. ഇനി എന്താ വേണ്ടത്? എക്സിൻ്റെ വാല്യൂ വേണം. എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിക്നെസ്സാണ്. അതിൻ്റെ തിക്നെസ് എത്ര? 5 സെൻറ്റിമീറ്റർ. അപ്പോൾ 5 × 10⁻⁻². മീറ്റർ. ഇനി എന്താ വേണ്ടത്? ടി എത്ര ടൈം എടുക്കുന്നു? അപ്പോൾ ടൈം എത്രയാ? 6 അവർ. 6 അവർ. അവറിനെ മിനിറ്റ് ആക്കൂ. ഓക്കെ മിനിറ്റ് ആക്കി. ഇനി എന്താ വേണ്ടത്? മിനിറ്റിനെ സെക്കൻഡ് ആക്കൂ. ഓക്കെ, ഇത്രയും സെക്കൻഡ്. എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇതിൽ ഡീസൻ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ക്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എനർജി കണ്ടുപിടിച്ചു. ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എനർജിയുടെ ആൻസർ 104976 എന്ന് വരും. ഇത്രയും ജൂൾ. അപ്പോൾ ഐസ് ബോക്സിൻ്റെ അകത്ത് കിടക്കുന്ന ഐസ് ഈ 6 മണിക്കൂർ കൊണ്ട് ഇത്രയും ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റാണ് റിസീവ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഈ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കൊണ്ട് ഐസ് ഉരുകി വാട്ടർ ആകും. അപ്പോൾ ഈ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എന്തിനു വേണ്ടി ഉപയോഗിക്കും? ഐസ് ഉരുക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഐസ് ഉരുക്കി വാട്ടർ ആകുന്നു. അപ്പോൾ ഇക്വേഷൻ Q = ml അല്ലേ? അപ്പോൾ ഇതിൽ L ഉണ്ട്, M കണ്ടുപിടിക്കണം. M എങ്ങനെ കാണും? Q / L എന്നാണ്. Q നമ്മളിവിടെ കണ്ടുപിടിച്ചു 104976 എന്നാണ്. എല്ലിൻ്റെ വാല്യൂ ഇവിടെ ഉണ്ട്. എന്താണ് എല്ലിൻ്റെ വാല്യൂ? എന്താണ് ഗിവൺ ദാറ്റ് ഫ്യൂഷൻ 335 × 10⁻³ ഓക്കെ. അപ്പോൾ ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇത് എൻ്റെ സഹായമൊന്നും വേണ്ട. അപ്പോൾ ആദ്യം നമ്മുടെ Q കണ്ടുപിടിച്ചു. അപ്പോൾ എത്ര ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് വെളിയിൽ നിന്ന് അകത്തോട്ട് കയറി എന്ന് മനസ്സിലായി. ഇനി ഈ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എന്തിനാണ് യൂസ് ചെയ്തത്? ഐസിനെ ഉരുക്കാൻ. അപ്പോൾ ഐസ് ഉരുക്കി 0 ഡിഗ്രിയിലെ വാട്ടർ ഉണ്ടായി. അപ്പോൾ അവിടെ Q = ml. ക്യൂവിന് അപ്പോൾ M എങ്ങനെ കാണും? Q/L. നല്ല എളുപ്പമല്ലേ? ക്വസ്റ്റ്യൻ ശകലമൊക്കെ വലുതായിരിക്കും, ആൻസർ ഭയങ്കര സിമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? എ ബ്രാസ് ബോയിലർ ഹാസ് ബേസ് ഏരിയ 0.15 m². ബ്രാസിലുള്ള ഒരു ബോയിലറാണ്. അതിൻ്റെ ബേസിൻ്റെ ഏരിയ 0.15 m². ഇനി എൻ്റെ തിക്നെസ് 1 cm ആണ്. ഇറ്റ് ബോയിൽസ് വാട്ടർ അറ്റ് ദ റേറ്റ് ഓഫ് 6 kg in 1 minute. 1 മിനിറ്റിൽ 6 കിലോ വാട്ടറിനെ ബോയിൽ ചെയ്യിപ്പിക്കും. വെൻ പ്ലേസ്ഡ് ഓൺ ഗ്യാസ് സ്റ്റവ്. എസ്റ്റിമേറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് ദ പാർട്ട് ഓഫ് ദ ഫ്ലെയിം ഇൻ കോൺടാക്ട് വിത്ത് ദ ബോയിലർ. ആ ഫ്ലെയിമിൻ്റെ ടെമ്പറേച്ചർ എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ T1 കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി തെർമൽ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. ഇനി വേറെന്ത് തന്നിട്ടുണ്ട്? ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടറും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് അതിനകത്തോട്ട് ഇടാം. ഗ്രാമിലാണ് കിടക്കുന്നത്. അപ്പോൾ കിലോഗ്രാമിനെ നമ്മൾ എന്തിലോട്ടാക്കണം? ഗ്രാമിലോട്ടാക്കണം. അപ്പം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്കവിടെ എഴുതാം. എന്താണ്? നമ്മുടെ ഇവിടെയും ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കണ്ടുപിടിക്കാൻ ഉള്ള ഇക്വേഷൻ നേരത്തെ ഉള്ള അതേ ഇക്വേഷനാണ്. എന്താണ്? Q സ്ട്രൈറ്റ് ഞാൻ എഴുതാൻ പോവാണ്. ഇപ്പോൾ പഠിപ്പിച്ച ഇക്വേഷൻ എന്താണ്? KA T1 - T2 / X × T. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് നമ്മുടെ ബോയിലറിൻ്റെ അകത്തിരിക്കുന്ന വെള്ളത്തിന് കിട്ടുന്ന ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഇപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. K ഉണ്ടോ? K ഉണ്ട്. K ദാ എവിടെയോ ഉണ്ട്. നേരെ നോക്കിയാൽ കിട്ടും. തെർമൽ കണ്ടക്ടിവിറ്റി 109. ഓക്കെ, A ഉണ്ടോ? ഉണ്ട്. ബേസിൻ്റെ ഏരിയ പറയുന്നുണ്ട് 0.15. ഈ T1 - T2 ഉണ്ടോ നോക്ക്. T1 ഇല്ല. അപ്പോൾ T1 - T2 T1 ഇല്ല. മൈനസ് T2 അകത്തുള്ള ടെമ്പറേച്ചർ T1 മൈനസ് അകത്ത് വെള്ളം കിടന്ന് തിളയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 100. ഓക്കെ, ഇനി എത്ര ടൈം എടുത്തു? 6. ഓക്കെ, 6 കിലോ. അപ്പോൾ അതിനെ 6000 എന്നെടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ T1 മൈനസ് ഇതൊക്കെ ഇട്ടു. ഇനി 6 കിലോ. അപ്പോൾ 6 കിലോ എന്ന് എഴുതണ്ട. ടൈം അല്ലേ? അപ്പോൾ ടൈമാണ്. ടൈം എത്ര? 1 മിനിറ്റ്. 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ്. ഓക്കെ, തെറ്റിപ്പോയതാണ് പറഞ്ഞത്. ഡിവൈഡഡ് ബൈ ഇനി ഇതിൻ്റെ തിക്നെസ് പറയുന്നുണ്ട് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിനെ മീറ്റർ ആക്കുക 10⁻². ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അകത്തോട്ട് കയറുന്നത് കിട്ടും. ഇതിനകത്ത് സൂപ്പർ ബുദ്ധിയൊന്നും വേണ്ട. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിൻ്റെ ആൻസർ കിട്ടും. ഇതിനകത്ത് അൺനോൺ ആയിട്ട് ഒരു സംഭവമേ ഉള്ളൂ, T1. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കണ്ടുപിടിക്കാൻ ഉള്ള അടുത്ത ഇക്വേഷൻ പറയണം. ഈ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എന്തായിട്ട് മാറും? ഈ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഉപയോഗിച്ച് വെള്ളാവിയായിട്ട് മാറും. അപ്പോൾ Q എന്ന് പറയുന്നത് എന്താണ്? ml ആണ്.
ഓക്കെ, എം എൽ ആണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ആൻസറും കൂടെ അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യാം. 109 ഇൻറ്റു 0.15 ഇൻറ്റു T1 മൈനസ് 100 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 10⁻⁻² ഈസ് ഈക്വൽ ടു ml എന്നാണ്. എം എത്ര? 6 കിലോ അല്ലേ? അപ്പോൾ 6000 ഇൻറ്റു എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? എല്ലിൻ്റെ വാല്യൂ 2256 എന്നാണ്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് ആകെ ഒരു അൺനോൺ മാത്രമേ ഉള്ളൂ. ഏതാണ്? T1. അത് നിങ്ങൾ റീഅറേഞ്ച് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ T1ൻ്റെ ആൻസർ നമുക്ക് കിട്ടും 238 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. ഇതും കഴിഞ്ഞ പ്രോബ്ലം ഒരേപോലെയാണ്. എന്താണ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് ആദ്യം എഴുതുക. ഇതിനകത്ത് വാല്യൂ കെ തന്നിട്ടുണ്ട്, എ അറിയാം, T1 വെളിയിലുള്ള ടെമ്പറേച്ചർ ഫ്ലെയിമിൻ്റെ, T2 എന്ന് പറഞ്ഞാൽ അകത്ത് കിടന്ന് തിളയ്ക്കുന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ T2, ടൈം എത്രയാണ്? 1 മിനിറ്റ്, അപ്പോൾ 60 സെക്കൻഡ്. ഇനി എക്സ് അതിൻ്റെ തിക്നെസ്, ഓക്കെ, തിക്നെസ് കിട്ടു. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റായി. ഇനി ഈ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? വെള്ളം തിളയ്ക്കാൻ വേണ്ടി, വെള്ളം തിളച്ച് സ്റ്റീം ഉണ്ടാവാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ Q ഈസ് ഈക്വൽ ടു ml. അപ്പോൾ ഇതിനകത്ത് രണ്ട് LHS സെയിമാണ്. അപ്പോൾ രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്ത് വയ്ക്കുക. ഇക്വേറ്റ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ആൻസറായി. ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ അതിനകത്ത് നിന്ന് T1 കണ്ടുപിടിക്കണം. അപ്പോൾ ഫ്ലെയിമിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ വെളിയിൽ 238 ഡിഗ്രി സെൽഷ്യസിലുള്ള ഫ്ലെയിമാണ്. പക്ഷേ അത് ഉപയോഗിച്ച് അകത്ത് എത്ര ഡിഗ്രി ജനറേറ്റ് ചെയ്യുന്നു? 100 ഡിഗ്രി ജനറേറ്റ് ചെയ്യുന്നു. അടിപൊളിയല്ലേ? ഇനി നമ്മുടെ ഒറ്റ ക്വസ്റ്റനും കൂടെ ഉള്ളൂ. അതൊരു ഭയങ്കര കിടിലം ക്വസ്റ്റനാണ്. സൂക്ഷിച്ച് ചെയ്യണം. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് വെച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റനാണ്. എ ബോഡി കൂൾസ് ഫ്രം 80 ഡിഗ്രി ടു 50 ഡിഗ്രി ഇൻ 5 മിനിറ്റ്. ഒരു ബോഡി 80 ഡിഗ്രിയിൽ നിന്ന് 50 ഡിഗ്രിയിലേക്ക് 5 മിനിറ്റ് കൊണ്ട് കൂളാവുന്നു. ഇതൊക്കെ എൻട്രൻസിനും സ്ഥിരമാണ് കേട്ടോ. കാൽക്കുലേറ്റ് ദ ടൈം ഇറ്റ് ടേക്സ് ടു കൂൾ ഫ്രം 60 ഡിഗ്രി ടു 30 ഡിഗ്രി. 60 നിന്ന് 30യിലേക്ക് കൂളാവാൻ എത്ര ടൈം എടുക്കും? ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ് 20 എന്നാണ്. അപ്പം നമുക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൻ്റെ ഇക്വേഷൻ, മാത്തമാറ്റിക്കൽ സ്റ്റെപ്പുകൾ കുറേ എണ്ണം ഉണ്ട്. അതിൽ നമ്മൾ അറിയാവുന്നുള്ള പഠിക്കേണ്ട ഇക്വേഷൻ എന്താണ്? MC T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ T. നമ്മൾ പഠിച്ച ഫോർമാറ്റ് തന്നെയാണ് ഞാൻ എഴുതുന്നത്. സീക്വൽ ടു K ഇൻറ്റു T മൈനസ് T0 എന്നാണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ T എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദ ബോഡിയാണ്. ബോഡിയുടെ ആവറേജ് ടെമ്പറേച്ചർ എത്രയാണ്? 80യും 50യും കൂടെ ആഡ് ചെയ്യുക, രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 65 എന്ന് കിട്ടും. ഓക്കെ, ഫസ്റ്റ് കേസ്. ഓക്കെ, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ 130 Tയുടെ വാല്യൂ കിട്ടി. ഇനി സറൗണ്ടിങ്ങിൻ്റെ ടെമ്പറേച്ചറാണ് 20. ഓക്കെ, ഇത്രയായി. ഇനി ബാക്കി കഥകളെല്ലാം നിങ്ങളാണ് ചെയ്യേണ്ടത്, ഞാനൊന്നും ചെയ്യില്ല. എമ്മിൻ്റെ വാല്യൂ, സിയുടെ വാല്യൂ, ഇതൊന്നും എനിക്കറിഞ്ഞുകൂടാ, നിങ്ങളാണ് ചെയ്യേണ്ടത്. ഞാൻ വാല്യൂ ഇടാൻ പോവാണ്. ബോഡി കൂൾസ് ഫ്രം 80 ഡിഗ്രി ടു 50 ഡിഗ്രി ഇൻ 5 മിനിറ്റ്. കാൽക്കുലേറ്റ് ദ ടൈം ഇറ്റ് ടേക്സ് ടു കൂൾ ഫ്രം 60 ഡിഗ്രി ടു 30 ഡിഗ്രി. ഇതാണ് ഫസ്റ്റ് കേസ്. അപ്പോൾ എം തന്നെ, സി തന്നെ. ഇനി T1 T2 അറിയാം. T1 എത്രയാ? 80. T2 എത്രയാ? 50. ഇനി ടൈം എത്രയാണ്? ടൈം 5 മിനിറ്റ്. 5 മിനിറ്റിനെ സെക്കൻഡ് ആക്ക് 300. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് കേസ്. ഫസ്റ്റ് കേസിൽ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ സൈഡിലോട്ട് എഴുതിക്കോട്ടെ. അപ്പോൾ ഞാൻ സൈഡിലോട്ട് എഴുതാം MC. ഓക്കെ, ഇനി T1 മൈനസ് T2 80 മൈനസ് 50 ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? 300 ഈസ് ഈക്വൽ ടു K ഇൻറ്റു T എത്രയാണ്? 65 മൈനസ് T0 എത്രയാണ്? 20. ഓക്കെ, വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇത് ഇക്വേഷൻ നമ്പർ 1 അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതേപോലെ സെക്കൻഡ് കേസ് പറയാം. സെക്കൻഡ് കേസിൽ ബോഡിയുടെ ടെമ്പറേച്ചർ 60യിൽ നിന്ന് 30യിലേക്കാണ് കൂളാവുന്നത്. അപ്പോൾ Tയുടെ വാല്യൂ 60യുടെയും 30യുടെയും കൂടെ ആവറേജ് തന്നെ. അപ്പോൾ 45 എന്നല്ലേ? ഓക്കെ, സറൗണ്ടിങ്ങിൻ്റെ ടെമ്പറേച്ചർ ഇപ്പോഴും 20 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ T1 എത്രയാണ്? 60 ആണ്. ഇവിടുത്തെ T2 എത്രയാണ്? T2ൻ്റെ വാല്യൂ എത്ര? 30 ആണ്. ഓക്കെ, ഇതിനെടുക്കുന്ന ടൈം T എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇക്വേഷനിലോട്ട്, ഈ മെയിൻ ഇക്വേഷനിലോട്ട് പ്രയോഗിച്ചേ. MC നിങ്ങൾ തന്നെ വാല്യൂ പറഞ്ഞാൽ മതി. 60 മൈനസ് 30 ഡിവൈഡഡ് ബൈ അതിനെടുക്കുന്ന ടൈം എനിക്കറിയില്ല, T ആണ്, കണ്ടുപിടിക്കണം. K. ഇനി നിങ്ങൾ തന്നെ പറയുക, ആവറേജ് ടെമ്പറേച്ചർ 45 മൈനസ് 20 എന്നാണ്. ഇക്വേഷൻ നമ്പർ 2.
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. രണ്ട് ഇക്വേഷൻസും കൂടെ തമ്മിൽ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് ഇക്വേഷൻസും തമ്മിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റിനെ സെക്കൻഡ് കൊണ്ട് ഞാൻ അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യട്ടെ. അപ്പോൾ എം സി ക്യാൻസലാവും, കെ ക്യാൻസലാവും. ബാക്കി ആൻസർ പറയാം. 80 - 50/300 ഡിവൈഡഡ് ബൈ 60 - 30/t. അപ്പോൾ എന്ത് വരും? ഇൻറ്റു ടി ബൈ 60 - 30. ഓക്കെ, ഈക്വൽ ടു കെ ക്യാൻസലായി 65 - 20 ഡിവൈഡഡ് ബൈ 45 - 20. ഓക്കെ, ഇനി എൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് വാല്യൂ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ടിയുടെ ആൻസർ ഇതാ 9 മിനിറ്റ് എന്നാണ്. 540 സെക്കൻഡ് എന്ന ആൻസർ വരും. 540 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര? 9 മിനിറ്റ് എന്നാണ്. അപ്പോൾ 9 മിനിറ്റ് കൊണ്ട് വെള്ളം തണുക്കും. അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട്? അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം MC(T1 - T2/T) = K × T - T0 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ ടി എന്ന് പറയുന്നത് ബോഡിയുടെ ആവറേജ് ടെമ്പറേച്ചറാണ്. T0 എന്ന് പറയുന്നത് സറൗണ്ടിങ്ങിൻ്റെ ടെമ്പറേച്ചറാണ്. ഇനി T1 എന്ന് പറയുന്നത് ബോഡിയുടെ ആദ്യത്തെ ടെമ്പറേച്ചറും T2 എന്ന് പറഞ്ഞാൽ ബോഡിയുടെ രണ്ടാമത്തെ ടെമ്പറേച്ചറുമാണ്. ടൈം എത്ര ടൈം എന്നുള്ളത്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഫസ്റ്റ് കേസിലും സെക്കൻഡ് കേസിലും. ഇതിനകത്ത് അൺനോൺ ആയിട്ടുള്ളത് ടൈമാണ്. അപ്പം രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ടൈം കിട്ടും. അങ്ങനെ നമ്മുടെ തെർമൽ പ്രോപ്പർട്ടീസിൻ്റെ ന്യൂമറിക്കൽസ് നമ്മൾ ചെയ്ത് തീർന്നിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഹാപ്പി അല്ലേ? ബുദ്ധിമുട്ടുണ്ടായോ? ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായെന്ന് എനിക്കറിയാം. കാൽക്കുലേഷൻ സൂക്ഷിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ, അല്ലാതെ ടെൻഷൻ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേറൊരു ചാപ്റ്ററുമായിട്ട് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.